ആലപ്പുഴ എം.എൽ.എ. ജി സുധാകരനെതിരെ കൂടുതൽ CPM നേതാക്കൾ. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് സുധാകരന്റേതെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു പറഞ്ഞത്. സ്വന്തം കാര്യം കാണാൻ ഏതറ്റം വരെയും പോകുന്ന ആളാണെന്നും മുൻ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. പണപ്പിരിവ് ആരോപണം ചന്ദ്രബാബുവും ആവർത്തിച്ചു. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലുള്ള മനോഭാവം വേണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചെയ്തിട്ടുണ്ട്. സുധീഷ്, ഈ പോര് ഇതിപ്പോൾ ഏത് നിലയിലാണ് എത്തി നിൽക്കുന്നത്? നമ്മൾ രാവിലെ ചർച്ച ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത നേതാവും ഫേസ്ബുക്കിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് ജി സുധാകരനെതിരെ ഉന്നയിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് CB ചന്ദ്രബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജി സുധാകരനെതിരായി പറയുന്നത്? ഒപ്പം ഈ വാക്പോര് ഏത് തലത്തിലെത്താനാണ് സാധ്യത? അശ്വതി, ഈ വാക്പോര് ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായി ഇന്നലെ ജി സുധാകരൻ പ്രസംഗിച്ചതോടുകൂടി തന്നെ എല്ലാ CPM നേതാക്കളും ജി സുധാകരനെതിരെ രംഗത്ത് വരിക എന്ന ഒരു ആഹ്വാനം പാർട്ടി തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പ്രധാന സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയും കൂടിയായ CB ചന്ദ്രബാബു ഇപ്പോൾ ജി സുധാകരനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. ജി സുധാകരൻ പാഷാണം വർക്കി എന്ന തരത്തിലാണ്, അഭിനവ പാഷാണം വർക്കി എന്ന തരത്തിലാണ് CB ചന്ദ്രബാബു ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ 2021 നിയമസഭയിൽ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അരൂർ പല ഭാഗങ്ങളിൽ നിന്നായി വ്യാപാരികളിൽ നിന്നും മറ്റും ജി സുധാകരൻ പണം പിരിച്ചിരുന്നു. എന്നാൽ ആ പണം എന്ത് ചെയ്തു? ഒരു രസീത് പോലും ഇല്ലാതെയാണ് പണം പിരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അഴിമതിക്കും മറ്റും എതിരായ നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു കപട മുഖമാണ് എന്നതാണ് CB ചന്ദ്രബാബു ആരോപിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് H സലാമും ഇത് സമാനമായ രീതിയിലുള്ള ആരോപണവുമായി വരുന്നത്. ഇതിലെല്ലാം തന്നെ ജി സുധാകരനെതിരെ പരാമർശങ്ങൾ ഉണ്ടാവാത്തത് പിണറായി വിജയന്റെ ഔദാര്യമാണല്ലേ, പിണറായി വിജയന്റെ സഹായം കൊണ്ടാണ് ഇത്തരം ഒരു മുഖം സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്നത് എന്ന തരത്തിലാണ് H സലാമും പറയുന്നത്. ഈ രീതിയിൽ വളരെ കടന്നാക്രമണമാണ് ജി സുധാകരന് നേരെ ഉണ്ടാകുന്നത്. ജി സുധാകരൻ ഇന്നലെ പറഞ്ഞത് നിയമസഭയിൽ കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സംസാരിച്ചപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഇടതുമുന്നണിയും കഴിഞ്ഞ സർക്കാരിനെയും അധിക്ഷേപിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി. അതിനെ പ്രതിരോധിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും നിശബ്ദത പാലിക്കുകയായിരുന്നു. അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടിയിരുന്നു, അതുണ്ടായില്ല. നനഞ്ഞ കോഴിയെ പോലെ പിണറായി വിജയൻ അവിടെ ഇരിക്കുന്നു. KN ബാലഗോപാലിന് കൃത്യമായി മറുപടി നൽകാൻ സാധിക്കുന്നില്ല. തോമസ് ഐസക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് എന്തെങ്കിലും പറഞ്ഞ് പ്രതിരോധിച്ചതിനെയും വലിയ വിഷമം തോന്നി ഈ അവസ്ഥ കണ്ടിട്ട് എന്നതാണ് ജി സുധാകരൻ പരാമർശിച്ചത്. ഇതിനെതിരെ കൂടിയാണ് ഇപ്പോൾ വളഞ്ഞിട്ട് ജി സുധാകരനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ വേണം H സലാമിന് പിന്നാലെ ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ CB ചന്ദ്രബാബു ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. അശ്വതി, ശരി സുധീഷ്, എന്തായാലും നാണക്കേടാണ് ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ കിടന്ന് തമ്മിൽ തല്ലുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതും. ഒരു രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്ന ഗുണമഹിമയൊന്നും അല്ല ഈ നേതാക്കൾ കാണിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും സുധീഷാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.